വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സർക്കുലർ ക്യൂ പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ലിങ്ക് ലിസ്റ്റുകളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ, ലിങ്ക് ലിസ്റ്റ് ഒരു കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. ഒരു നോഡ് മറ്റൊന്നിനോട് കണക്ട് ചെയ്യുന്നു, അത് അടുത്തതിനോട് കണക്ട് ചെയ്യുന്നു, അങ്ങനെ അത് അടുത്തതിനോട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പരസ്പരം ലിങ്ക് ചെയ്ത് കിടക്കുന്ന കുറേ നോഡുകളാണ് ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ ഓരോ നോഡും മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം മെമ്മറിയിലൊക്കെ ഒരു നോഡിൻ്റെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിലുള്ള ഡേറ്റ അത് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒന്ന് ആ ആക്ച്വലായിട്ടുള്ള നമ്മുടെ എലമെൻറ്റ് ഡേറ്റ ഐറ്റം, മറ്റത് ഒരു പോയിൻ്റർ കാണും. കാരണം അടുത്ത നോഡിലോട്ട് പോയിൻ്റ് ചെയ്യണ്ടേ, അടുത്ത നോഡിൻ്റെ അഡ്രസ്സിലോട്ട് പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു നോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഡേറ്റയാണ് അതിനകത്തുള്ളത്. ഒന്ന് എന്തുണ്ടാവും, ആക്ച്വലായിട്ടുള്ള നമ്മുടെ കണ്ടൻറ്റ്, ആ നോഡിനകത്ത് എന്താണോ ഉള്ളത് ആ കണ്ടൻറ്റിനൊരു സ്പേസ്, പിന്നെ വേറൊരു സ്പേസ് എങ്ങോട്ടേക്ക് പോവുകയാണ്, അടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്യണം, അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു നോഡിൻ്റെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ തമ്മിൽ ലിങ്ക് ചെയ്ത് കിടക്കുന്ന കുറേ നോഡുകൾ ചേരുമ്പോഴാണ് ലിങ്ക് ലിസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ലിങ്ക് ലിസ്റ്റിനകത്ത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ലിങ്ക് ലിസ്റ്റിനകത്ത് പ്രധാനമായിട്ട് രണ്ട് മെമ്മറി ലൊക്കേഷൻസ് കാണും ഒരു നോഡിൽ. ഏതൊക്കെയാ? ഒന്ന് ആക്ച്വൽ നമ്മുടെ ഡേറ്റ, മറ്റതോ അടുത്തതിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ് ലൊക്കേഷൻ. ഇത്രയുമാണ് ഒരു നോഡിനകത്ത് ഉള്ളത്. ഇപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് സെൽഫ് റഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിൻ്റെ അവസാനം സെൽഫ് റഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ. എന്താ സെൽഫ് റഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ആ സ്ട്രക്ചറിനകത്തേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്ന സ്ട്രക്ചറുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് റഫറൻഷ്യൽ സ്ട്രക്ചർ. അതായത് ആ സ്ട്രക്ചറിൻ്റെ തന്നെ ഒരു സ്ട്രക്ചർ വേരിയബിൾ അതിൻ്റെ മെമ്പർ വേരിയബിളായിട്ട് വരും. അതാണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് റഫറൻഷ്യൽ സ്ട്രക്ചർ. അത്തരത്തിലുള്ള സെൽഫ് റഫറൻഷ്യൽ സ്ട്രക്ചർ, സെൽഫായിട്ട് റെഫറൻസ് ചെയ്യുന്ന സ്ട്രക്ചറുകൾ, അതുപയോഗിച്ചുകൊണ്ടാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, സ്ട്രക്ചർ നോഡ്. അപ്പം ആ നോഡിൻ്റെ പേര് നോഡെന്നാണ് ഇവിടെ, സ്ട്രക്ചർ നോഡ്. ബ്രേസ് ഓപ്പൺ ചെയ്തു, ഇൻറ്റ് ഡേറ്റ. നമ്മൾ പറഞ്ഞു നമ്മുടെ ആക്ച്വലായിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു മെമ്മറി ലൊക്കേഷൻ വേണം, അതാണ് ഇൻറ്റ് ഡേറ്റ. ഇനി നോഡ് സ്റ്റാർ ലിങ്ക്, നോഡ് ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ. നോഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോഡ് എന്താ, സ്ട്രക്ചറാണല്ലേ. അപ്പോൾ ആ സ്ട്രക്ചർ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ, അതായത് അടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്യാൻ, അടുത്ത നോഡും ഇതേ ടൈപ്പ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതേ ടൈപ്പിലുള്ള സ്ട്രക്ചറിലോട്ട് തന്നെ പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത നോഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടി, അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പോയിൻ്റർ. ഇത്രയുമാണ് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോഡിൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. സ്ട്രക്ചർ നോഡെന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ്. ഇനി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ഇൻറ്റ് ഡേറ്റ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആക്ച്വൽ ഡേറ്റ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇനി നോഡ് സ്റ്റാർ ലിങ്ക്, അതായത് സ്ട്രക്ചർ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ അടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് ഉള്ള സംഗതികൾ. അപ്പോൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ നോഡിൽ അടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റർ കാണും തന്നെയല്ലോ. അപ്പോൾ ഒരു നോഡ് കാണുമ്പോൾ അറിയാം നമുക്ക് അടുത്ത നോഡ് ഏതാണെന്ന്, ആ നോഡ് കാണുമ്പോൾ അറിയാം അടുത്ത നോഡ് ഏതാണെന്ന്, അങ്ങനെ പോകും. പക്ഷേ ആദ്യത്തെ നോഡ് ഏതാണെന്ന് നമ്മൾ അറിയണ്ടേ, അതിൻ്റെ അഡ്രസ്സ് എവിടെ കാണും? അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു പോയിൻ്റർ എടുത്ത് മാറ്റി വയ്ക്കും. അതും ഏത് ടൈപ്പിലുള്ളത് തന്നെയാണ്, ഈ സ്ട്രക്ചർ ടൈപ്പിലുള്ള ഒരു പോയിൻ്റർ വേറെ വെളിയിലെടുത്ത് വയ്ക്കും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് അവിടെ എടുത്തു വയ്ക്കും. ആ നോഡിനെ നമ്മൾ വിളിക്കുന്ന, ആ പോയിൻ്ററിനെ വിളിക്കുന്നത് സ്റ്റാർട്ട് എന്നാണ്. അപ്പോൾ സ്ട്രക്ചർ നോഡ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ നോഡ് സ്റ്റാർട്ട് എന്ന് എഴുതിയാലും മതി.
അപ്പോൾ ആ പോയിൻ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ ഫസ്റ്റ് നോഡ്. അതായത് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ്. അത് നമുക്ക് ആ നോഡ് ഓരോ നോഡും കാണുമ്പോൾ അടുത്ത നോഡ് ഏതാണെന്ന് അറിയാം. പക്ഷേ ആദ്യത്തെ നോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് ഒരു സ്പെഷ്യൽ ടൈപ്പ് പോയിൻ്ററിൽ, അത് സ്ട്രക്ചർ പോയിൻ്റർ തന്നെ ആയിരിക്കും, ആ പോയിൻ്ററിലോട്ട് എടുത്ത് വയ്ക്കും. ആ പോയിൻ്ററിൻ്റെ പേരെന്താണ്? സ്റ്റാർട്ട് എന്നാണ് ആ പോയിൻ്ററിൻ്റെ പേര്. അപ്പോൾ സ്ട്രക്ച് നോഡ് സ്റ്റാർട്ട് ആദ്യത്തെ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യും. ആ പോയിൻ്ററിനകത്തോട്ട് നമ്മൾ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് പ്ലേസ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫിഗർ നോക്കിയേ, അവിടെ ഒരു സ്ട്രക്ചർ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ നോഡ് ക്യാരക്ടർ ടൈപ്പിലുള്ള ഡേറ്റ വിത്തിൻ ബ്രാക്കറ്റ് 10. അപ്പോൾ ഒരു അറയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ഒരു പേരാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ക്യാരക്ടർ ടൈപ്പിലുള്ള ഒരു അറേ. നോഡ് സ്റ്റാർ ലിങ്ക് എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്തടുത്ത നോഡുകളുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ ആ ഫിഗറിലോട്ട് നോക്കിയേ, അവിടെ ആദ്യം ഒരു നോഡുണ്ട്. ആ നോഡിലൊരു പേര് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ നോഡിൻ്റെ അഡ്രസ്സ് 1000. അപ്പോൾ അതല്ലേ സ്റ്റാർട്ടിൽ വരേണ്ടത്? അത് സ്റ്റാർട്ടിലേക്ക് വച്ചിരിക്കുന്നതുണ്ടോ? ആ സ്റ്റാർട്ട് അപ്പം എങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് നിൽക്കും? നമ്മുടെ ഫസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. ആ ഫസ്റ്റ് നോഡിൽ ഒരു പേരവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് പേരോ ആയിക്കോട്ടെ. അവിടെ ഒരു സോനു ഒരു പേര് നമ്മളവിടെ റൈറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ ലിങ്ക് നോക്കിയേ, ആ ലിങ്കിൽ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് 1200 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 1200 എന്ന് പറയുന്ന അടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ്. കണ്ടോ? അവിടെ വിനോദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1300 എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ? അതിൻ്റെ തൊട്ടടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അവിടെ ആ നോഡിൽ പോയി നോക്കുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് 1300 അതാണ് എടുത്ത് ഈ വിനോദ് എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നോഡിൻ്റെ ലിങ്കിൽ വെച്ചിരിക്കുന്നത്. ഇനി ആ 1300 എന്ന് പറയുന്ന ആ മെമ്മറി ലൊക്കേഷൻ്റെ ലിങ്കിനകത്ത് 1500 വെച്ചിട്ടുണ്ട്. കണ്ട? 1500 അടുത്ത നോഡിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ നോഡ് തമ്മിൽ ലിങ്ക് ചെയ്ത് പോകും. ആദ്യത്തെ നോഡ് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ കാണും? സ്റ്റാർട്ടിൽ കാണും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ നോഡ് ഏതാണെന്ന്. ഇനിയുള്ള അവസാനത്തെ നോഡ് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ ലിങ്കിനകത്ത് നള്ളെന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കും. നള്ളെന്ന് പറയുന്ന പോയിൻ്റർ ചെയ്തു വയ്ക്കും. അപ്പം നള്ളാണോ എന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം. അതായിരിക്കും അവസാനത്തെ നോഡ്. അപ്പം ലിങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ നോഡ് എങ്ങനെ കണ്ടുപിടിക്കും? അത് സ്റ്റാർട്ടിൽ കാണും ആ നോഡിൻ്റെ അഡ്രസ്സ്. ഇനി തൊട്ടടുത്തടുത്ത നോഡുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഓരോ നോഡിലും അടുത്തതിൻ്റെ അഡ്രസ്സ് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ഏറ്റവും അവസാനത്തെ നോഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഏതിൻ്റെ ലിങ്കിലാണോ നൾ ഇരിക്കുന്നത് അതായിരിക്കും അവസാനത്തെ നോഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. വി ഹാവ് ടു ഡിഫൈൻ എ സ്യൂട്ടബിൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഇൻ ദ ബിഗിനിങ്. ആദ്യമേ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. എ പോയിൻ്റർ വേരിയബിൾ സേ സ്റ്റാർട്ട്, അല്ലെങ്കിൽ അതിനെ വേറൊരു പേര് വിളിക്കും ഹെഡർ, ഇസ് ദെൻ ഡിക്ലെയർഡ് ആൻഡ് ഇനിഷ്യലൈസ്ഡ് വിത്ത് നൾ വാല്യൂ. ആദ്യമേ നമ്മൾ ഒരു നോഡ് ഇപ്പോൾ ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് സ്റ്റാർട്ടിൽ നൾ എടുത്തു വെച്ചു. വി സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ലിങ്ക് ലിസ്റ്റ് ബൈ ഡൈനാമിക്കലി അലോക്കേറ്റിംഗ് മെമ്മറി ഫോർ ദ നോഡ്സ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു നോഡും ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറിൻ്റെ അഡ്രസ്സ് എടുത്ത് പോയിൻ്ററിൽ വയ്ക്കും. ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് പോയിൻ്റർ. ആ പോയിൻ്ററിൻ്റെ പേരെന്താ? സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡർ. എന്നിട്ട് ഇപ്പോൾ അത് നൾ വാല്യൂ ആണ്. കാരണം ഡേറ്റ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേ അതിൻ്റെ അഡ്രസ്സ് എടുത്ത് വയ്ക്കൂ. ഒരു നോഡെങ്കിലും ഉണ്ടെങ്കിലല്ലേ അഡ്രസ്സ് എടുത്ത് വയ്ക്കുള്ളൂ. അപ്പോൾ ഒരു നോഡും ഇല്ലാത്ത സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? നള്ളായിരിക്കും. ഒരു നോഡ് വരുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് അറിയും. അപ്പോൾ ഈ ഡൈനാമിക്കലിയാണ് മെമ്മറി ഇങ്ങനെ അലോക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോക്കി ഒരു നോഡ് ക്രിയേറ്റ് ചെയ്താൽ പോവുകയാണ് നമ്മൾ. അപ്പം നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആയിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിനകത്തുള്ള വാല്യൂ എന്തായിരിക്കും? നൾ വാല്യൂ ആയിരിക്കും. കാരണം എന്താ? ഇപ്പം നമ്മുടെ ലിസ്റ്റ് എംപ്റ്റി ആണ്, ഒരു നോഡിലേക്കും പോയിൻ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് 25 എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉള്ള ഒരു നോഡ് വേണം. അപ്പോൾ ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ 2 മെമ്മറി അലോക്കേറ്റ് ചെയ്യും. എന്തൊക്കെ അലോക്കേറ്റ് ചെയ്യും?
ഒരു ഡേറ്റാ സ്പേസിനുള്ള ഒരു സ്ഥലവും ഒരു അഡ്രസ് സ്പേസും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്താൽ ആ ഡേറ്റാ സ്പേസിനകത്തോട്ട് നമ്മൾ 25 എന്ന് പറയുന്ന ഡേറ്റ എടുത്ത് വയ്ക്കും. അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ നോഡിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ 2000 ആണെങ്കിൽ ആ 2000 എടുത്ത് എവിടെ വയ്ക്കും? സ്റ്റാർട്ടിൽ വയ്ക്കും. ഇനി 25 എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് എന്താക്കി വയ്ക്കും? നൾ. ഇതിൻ്റെ മീനിങ് എന്താ? ഇപ്പോൾ ആകെ ഒരു നോഡേ ഉള്ളൂ, അതിൻ്റെ അഡ്രസ്സ് എവിടെ ഉണ്ട്? സ്റ്റാർട്ടിലുണ്ട്. ഇനി ആ നോഡിൻ്റെ അകത്തുള്ള ഡേറ്റ 25 നമ്മൾ ആകെ ഒരു നോഡേ ക്രിയേറ്റ് ചെയ്തോളൂ. അപ്പോൾ ആ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ കാണും? നമ്മൾ സ്റ്റാർട്ടിലോട്ട് എടുത്ത് വയ്ക്കണം, എങ്കിലേ നോഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു നോഡും കൂടെ ആഡ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് 34 എന്ന് പറയുന്ന ഒരു ഡേറ്റ വേണം. അത് 2300 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ മെമ്മറി അഡ്രസ്സ് 2300. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നോഡായിട്ട് വരേണ്ടത് അല്ലേ? അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിൽ 2000 ഉണ്ട്. ആ 2000ൻ്റെ നോഡിൽ 25 എന്ന് പറയുന്ന ഡേറ്റ വച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിൽ നള്ളായിരുന്നു. ആ നള്ള് മാറ്റിയിട്ട് പകരം 34 സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റെ അഡ്രസ്സായ 2300 എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 2 നോഡായി. നിങ്ങൾ ആ ഫിഗർ നോക്കിയേ. സ്റ്റാർട്ട് അതെങ്ങോട്ട് പോയിൻ്റ് ചെയ്ത് നിൽക്കും? ആദ്യത്തെ നോഡിലേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കും. ആ നോഡിൽ എത്രയുണ്ട് ഡേറ്റ? 25 എന്ന് പറയുന്ന ഡേറ്റ ഉണ്ട്. അതിൻ്റെ ലിങ്കിൽ 2300 ഉണ്ട്. ആ 300 എങ്ങോട്ട് പോയിൻ്റ് ചെയ്യും? 34 എന്ന് പറയുന്ന ഡേറ്റ ഇരിക്കുന്ന നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. ഇനി 34 എന്ന് പറയുന്ന നോഡ് അല്ലേ അപ്പോൾ അവസാനത്തെ നോഡായത്, അതിൻ്റെ ലിങ്ക് നള്ളാക്കും. ഇനി അടുത്തൊരു നോഡും കൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ ഈ നള്ളിലോട്ട് അതിൻ്റെ ലിങ്ക് അഡ്രസ്സ് എടുത്ത് വയ്ക്കും, എന്നിട്ട് അതിൻ്റെ ലിങ്ക് നള്ളാക്കും. ഇങ്ങനെ തമ്മിൽ ലിങ്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ അടുത്ത വീണ്ടും ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അതെന്ന് പറയുന്നത് 17 എന്ന് പറയുന്ന ഒരു ഡേറ്റ വയ്ക്കുന്ന നോഡാണ്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് എത്രയാ? 3000 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ലിങ്ക് ലിസ്റ്റിൽ അവസാനത്തെ നോഡായ 34 ഇരുന്ന നോഡിൻ്റെ ലിങ്ക് നള്ളായിരുന്നു. അതിന് പകരം ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡിൻ്റെ അഡ്രസ്സ് 3000 എടുത്തുകൊണ്ട് വെച്ച് അതിലോട്ട് സ്റ്റോർ ചെയ്യും. ഈ 3000 അതായത് 17 സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റെ ലിങ്ക് നള്ളാക്കും. അപ്പോൾ ഇപ്പോൾ ആ ഫിഗറിൽ കാണുന്ന പോലെ 34 ഇരിക്കുന്ന നോഡ് 17 ഇരിക്കുന്ന നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. 17ൻ്റെ നോഡിൻ്റെ ലിങ്ക് നള്ളാക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ നോഡ് അതായി മാറി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കാര്യത്തെ നമുക്കൊരു അൽഗോരിതമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ് അഡ്രസ്. നോഡ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മുടെ ഡേറ്റ എടുത്ത് നമ്മുടെ നോഡിൽ എന്ത് ചെയ്യും? ഇൻസേർട്ട് ചെയ്യും. നമ്മുടെ നോഡിൽ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ആ നോഡിൻ്റെ ലിങ്കിലോട്ട് നമ്മൾ നള്ളെടുത്ത് വയ്ക്കും. അപ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ അഡ്രസ്സ് നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഡേറ്റ പാർട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ലിങ്ക് പാർട്ടിൽ നള്ള് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. ഫസ്റ്റ് നോഡാണെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട. ഇപ്പം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത ഈ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് സ്റ്റാർട്ടിലോട്ട് കൊണ്ടുവയ്ക്കും. അത് ഫസ്റ്റ് നോഡാണെങ്കിൽ. ഇനി ഫസ്റ്റ് നോഡ് അല്ലെങ്കിലോ ഈ അഡ്രസ്സ് ഇതിൻ്റെ പ്രീവിയസ് നോഡിൻ്റെ ലിങ്കിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതല്ലേ നമ്മൾ ചെയ്തത്? അപ്പോൾ ആദ്യം ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യും. നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് നമ്മളിങ്ങോട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ആ അഡ്രസ്സ് എടുത്ത് വച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ നോഡിൻ്റെ ലിങ്കിലേക്ക് നള്ള് കൊണ്ടുവയ്ക്കും. ഇനി ആദ്യത്തെ നോഡാണെങ്കിൽ ഈ ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്ന അഡ്രസ്സ് എവിടെയാണ് പോകേണ്ടത്? സ്റ്റാർട്ടിലാണ് പോകേണ്ടത്. അല്ലെങ്കിലോ ആദ്യത്തെ നോഡ് അല്ല, ഫസ്റ്റ് നോഡല്ല, എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് എടുക്കുന്ന അഡ്രസ്സ് നമ്മളുടെ തൊട്ട് മുമ്പുള്ള പ്രീവിയസ് നോഡിൻ്റെ ലിങ്കിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആ അഡ്രസ്സ് എടുത്ത് പ്രീവിയസ് നോഡിൻ്റെ ലിങ്കിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ സ്റ്റെപ്പ് നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യമുള്ള അത്രയും നോഡുകളും നമുക്കിങ്ങനെ ആഡ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ നമുക്കൊരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യും, അതിൻ്റെ ലിങ്കിലോട്ട് നള്ള് സ്റ്റോർ ചെയ്യും. ആദ്യത്തെ നോഡാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എടുത്ത് എവിടെ വയ്ക്കും? സ്റ്റാർട്ടിൽ വയ്ക്കും. ആദ്യത്തെ നോഡല്ല എങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എടുത്ത് പ്രീവിയസ് നോഡിൻ്റെ ലിങ്കിലോട്ട് വയ്ക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമുള്ള അത്രയും നോഡുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി ഈ ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് ട്രാവേഴ്സൽ ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് ട്രാവേഴ്സൽ ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യും. എന്താ ഈ ട്രാവേഴ്സൽ എന്ന് വെച്ചാൽ? ട്രാവേഴ്സൽ മീൻസ് വിസിറ്റിംഗ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ ദ ഡേറ്റ സ്ട്രക്ചർ. ആ ഡേറ്റ സ്ട്രക്ചറിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളെയും വിസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാവേഴ്സൽ. അപ്പോൾ നമ്മൾ ട്രാവേഴ്സൽ എവിടെ മുതലായിരിക്കും തുടങ്ങുന്നത്? ആദ്യത്തെ നോഡ് മുതൽ തുടങ്ങി അവസാനത്തെ നോഡ് വരെയും വിസിറ്റ് ചെയ്യുക. അതാണ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ. അപ്പോൾ ആദ്യത്തെ നോഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് എവിടെ കാണും? സ്റ്റാർട്ടിൽ കാണും അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിൽ പോയി നോക്കിയിട്ട് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ആ അഡ്രസ്സ് അറിയാമെങ്കിൽ നമുക്കറിയാം ഒരു അഡ്രസ്സ് എന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്തോ ഉപയോഗിക്കും? ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കും അല്ലേ? ഒരു ഹൈഫണും ഒരു ഗ്രേറ്റർ ദാൻ സിമ്പലും. അപ്പോൾ അവിടെ അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അപ്പോൾ ആദ്യത്തെ നോഡിൻ്റെ ഡേറ്റ നമ്മൾ ആക്സസ് ചെയ്ത് ഇനി നമുക്ക് രണ്ടാമത്തെ നോഡ് ആക്സസ് ചെയ്യണം. രണ്ടാമത്തെ നോഡ് എങ്ങനെ ആക്സസ് ചെയ്യും? ആദ്യത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് നോക്കിയാൽ രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് കാണൂലേ? അപ്പോൾ ആദ്യത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് നോക്കിയിട്ട് രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് എടുക്കും. ആ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ നോഡിൻ്റെ ഡേറ്റ എടുക്കും. രണ്ടാമത്തെ നോഡിൻ്റെ ലിങ്കിനകത്ത് മൂന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് കാണും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അവസാനത്തെ നോഡ് വരെ എത്തുമ്പോൾ അവസാനത്തെ നോഡ് എത്തിയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നമ്മളിങ്ങനെ ലിങ്ക് പാർട്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും നള്ള് കണ്ടാൽ അതിൻ്റെ മീനിങ് ആ നോഡ് അവസാനത്തെ നോഡായിരുന്നു എന്നാണ്. അവിടെ വെച്ച് അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ആദ്യത്തെ നോഡ് മുതൽ അവസാനത്തെ നോഡ് വരെ ഓരോ നോഡിനെയും ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ വിസിറ്റിംഗ് ഓൾ ദ എലമെൻറ്റ്സ് ഇൻ എ ഡേറ്റ സ്ട്രക്ചർ, അതാണ് ട്രാവേഴ്സൽ. അപ്പോൾ ആദ്യത്തെ നോഡ് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യത്തെ നോഡ് കണ്ടുപിടിക്കുന്നത് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്ററിനകത്ത് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാകും. ആ സ്റ്റാർട്ട് നോക്കി ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എടുക്കുക. ആ അഡ്രസ്സ് ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ കണ്ടൻ്റ് എടുക്കാം, ഡേറ്റ എടുക്കാം. അപ്പോൾ അതെടുത്തല്ലോ. അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്ത് ആദ്യത്തേത് വിസിറ്റ് ചെയ്ത് ഇനി അതിൻ്റെ ലിങ്ക് പാർട്ട് വെച്ചുകൊണ്ട് രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് എടുക്കും. എന്നിട്ട് രണ്ടാമത്തെ നോഡിൻ്റെ ഡേറ്റ എടുക്കും. ആ രണ്ടാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ട് വെച്ച് മൂന്നാമത്തെ നോഡ് എടുക്കും, അതിൻ്റെ ഡേറ്റ എടുക്കും. അതിൻ്റെ ലിങ്ക് വെച്ച് അടുത്ത നോഡ് എടുക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എവിടം വരെ ഇത് കണ്ടിന്യൂ ചെയ്യും? നമ്മൾ ഏതോ ഒരു നോഡിൻ്റെ ലിങ്ക് പാർട്ട് നോക്കുമ്പോൾ നള്ളായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അത് അതിൻ്റെ അവസാനത്തെ നോഡാണ് എന്നാണ്. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് പ്രോസസ് ഈസ് കണ്ടിന്യൂഡ് അണ്ടിൽ വി ഫൗണ്ട് നൾ പോയിൻ്റർ ഇൻ ദ ലിങ്ക് ഓഫ് എ നോഡ്. ഒരു നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ നൾ എന്ന് പറയുന്ന വാല്യൂ കാണുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ട്രാവേഴ്സൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നോക്കി, ഇവിടെ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 നോഡുള്ള ഒരു ലിങ്ക് ലിസ്റ്റ്. ആദ്യത്തെ നോഡ് 25, അതിൻ്റെ ലിങ്ക് പാർട്ടിൽ 2300 രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സുണ്ട്. അതിൻ്റെ ലിങ്ക് പാർട്ടിൽ 3000 അടുത്ത നോഡിൻ്റെ അഡ്രസ്സുണ്ട്. അതിലെല്ലാം കണ്ടൻ്റ് ഉണ്ട്. മൂന്നാമത്തെ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ നള്ളാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിലോട്ട് ആദ്യത്തെ അഡ്രസ്സ് 2000 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 നോഡുള്ള ഒരു ലിങ്ക് ലിസ്റ്റാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ? ആദ്യത്തെ സ്റ്റാർട്ടിലിരിക്കുന്ന അഡ്രസ്സ് നമ്മളിങ്ങോട്ട് എടുക്കും. അപ്പോൾ നമ്മളൊരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യും. ടെമ്പ് എന്ന് പറഞ്ഞൊരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് കണ്ടൻറ്റ് ഓഫ് ദ സ്റ്റാർട്ട് ടെമ്പിനകത്തോട്ട് എടുത്ത് വയ്ക്കും. കണ്ടൻറ്റ് ഓഫ് ദ സ്റ്റാർട്ട് കോപ്പീഡ് ടു ടെമ്പ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട്, അതായത് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സാണ് സ്റ്റാർട്ടിലുള്ളത്, അത് നമ്മളെടുത്ത് ടെമ്പിലോട്ട് വയ്ക്കും. അപ്പോൾ ടെമ്പിലും 2000 കൊണ്ട് വെച്ചല്ലോ. അതാണ് ആദ്യം നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇപ്പോൾ ടെമ്പിനകത്ത് നമ്മുടെ സ്റ്റാർട്ടിലിരുന്ന കണ്ടൻ്റ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഡേറ്റയെ ആക്സസ് ചെയ്യും. അതായത് ആദ്യത്തെ ഡേറ്റയായ 25നെ ആക്സസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ടെമ്പിനകത്തിരിക്കുന്ന ഇപ്പോൾ ഉള്ള 2000നെ മാറ്റിയിട്ട്
ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് ലിങ്കിലുള്ള 2300 എടുത്തുകൊണ്ട് വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ടെമ്പിൽ എന്തായി 2300 എന്ന് പറയുന്ന വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. കണ്ടോ നിങ്ങൾ ആ ടെമ്പിനകത്തേക്ക് 2300 എടുത്തു വെച്ചു. ആദ്യം ടെമ്പിലിരുന്ന അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 25-ന് ആക്സസ് ചെയ്തു. എന്നിട്ട് ടെമ്പിലോട്ട് ഇപ്പോൾ 2000 മാറ്റി 2300 ആക്കി വെച്ചു. അപ്പോൾ ഇപ്പോൾ ടെമ്പിലിരിക്കുന്ന വാല്യൂ ആയ 2300 വെച്ചുകൊണ്ട് നമുക്ക് 34-നെ ആക്സസ് ചെയ്തൂടെ? 34-നെ ആക്സസ് ചെയ്തിട്ട് ടെമ്പിലുള്ള 2300-നെ മാറ്റിയിട്ട് 34-ൻ്റെ ലിങ്കിലിരിക്കുന്ന 3000 കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഓരോ തവണയും അതുപയോഗിച്ചുകൊണ്ട് ഡാറ്റ ആക്സസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ലിങ്കിലിരിക്കുന്നത് എടുത്ത് ടെമ്പിലോട്ട് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇപ്പോൾ 34 ആക്സസ് ചെയ്തു. അതിൻ്റെ ലിങ്കിൽ 3000 ആണുള്ളത്. ആ 3000 എടുത്തുകൊണ്ട് വന്ന് ടെമ്പിൽ വെച്ചു. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റും നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ടെമ്പിലിരിക്കുന്നത് 3000 ആണ്. ആ 3000 വെച്ച് നമുക്ക് 17-ന് ആക്സസ് ചെയ്യാമല്ലോ. 17-ന് ആക്സസ് ചെയ്തെടുക്കും. എന്നിട്ട് ടെമ്പിലോട്ട് അതിൻ്റെ ലിങ്കിലിരിക്കുന്ന നള്ളെടുത്തുകൊണ്ട് വയ്ക്കും. അപ്പോൾ 17-ന് ആക്സസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ലിങ്കിലിരുന്ന നള്ളെടുത്ത് ടെമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ടെമ്പിൽ നള്ള് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടോ അവസാനത്തെ നോഡും ആക്സസ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സിൻ്റെ ഒരു അൽഗോരിതം ഉണ്ടാക്കി നോക്കാം. നമ്മൾ ആദ്യം ചെയ്ത എന്താ? അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഫ്രം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്യും? ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഫ്രം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. സ്റ്റാർട്ട് നോക്കി ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് അത് ടെമ്പിൽ കൊണ്ടുവയ്ക്കും. ആ ടെമ്പിലിരിക്കുന്ന അഡ്രസ്സ് വെച്ചിട്ട് ഗെറ്റ് ദ ഡേറ്റ ഓഫ് ദ ഫസ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇൻ VAL. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ ആദ്യത്തെ നോഡിലുള്ള ഡേറ്റ നമുക്ക് വേണം. ആ ഡേറ്റ നമ്മൾ ആക്സസ് ചെയ്യും ടെമ്പിലുള്ളതുകൊണ്ട് വെച്ചിട്ട്. ഇനി ടെമ്പിൻ്റെ കണ്ടൻറ്റ് എങ്ങനെ മാറ്റും? കണ്ടൻറ്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. ടെമ്പിനകത്തുള്ള ലിങ്ക് പാർട്ടിലേക്ക് ഇരിക്കുന്ന കണ്ടൻറ്റ് എടുത്തുകൊണ്ട് വന്ന് ടെമ്പിൽ സ്റ്റോർ ചെയ്യും. മനസ്സിലായ? അതായത് ഗെറ്റ് ദ കണ്ടൻറ്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. ആ നോഡിൻ്റെ ലിങ്ക് പാർട്ട് എടുത്തുകൊണ്ട് വന്ന് എവിടോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും? നമ്മുടെ ടെമ്പിനോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇനി ടെമ്പിൻ്റെ കണ്ടൻറ്റ് അപ്പോൾ ടെമ്പിലോട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്ന കണ്ടൻറ്റ് നള്ളാണോ എന്ന് നോക്കും. ആണെങ്കിൽ വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് പോലെ ഒന്നേന്ന് ചെയ്യും. ഇനി എപ്പോഴോ ഒരിക്കൽ ഇങ്ങനെ കോപ്പി ചെയ്ത് വയ്ക്കുമ്പോൾ ടെമ്പിൻ്റെ കണ്ടൻറ്റ് നള്ളാവും എന്ന് പറഞ്ഞാൽ അവസാനത്തെ നോഡും ആക്സസ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോഴും എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടിൽ ഇരിക്കുന്ന വാല്യൂ എടുത്തുകൊണ്ട് വന്ന് ടെമ്പിലോട്ട് വയ്ക്കും. എന്നിട്ട് ആ ടെമ്പിലിരിക്കുന്ന വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡേറ്റ ആക്സസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ലിങ്ക് പാർട്ട് എടുത്തുകൊണ്ട് വന്ന് ടെമ്പിൽ വയ്ക്കും. എന്നിട്ട് അത് നള്ളാണോ എന്ന് നോക്കും. നള്ളല്ലെങ്കിൽ വീണ്ടും 2-3 സ്റ്റെപ്പുകൾ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ നള്ളാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ട്രാവേഴ്സൽ ചെയ്യാനുള്ള അൽഗോരിതം. അപ്പോൾ നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാനും ആ നോഡ് ട്രാവേഴ്സൽ ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കണം. ഇനി ഇതിനകത്ത് ഇൻസർഷനും ഡിലീഷനും എങ്ങനെ നടത്തും എന്നുള്ളത് നമ്മൾ പഠിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇപ്പം നിങ്ങളിത് നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കുറച്ചധികം തവണ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കണം.